അർജന്റീന ഒരു സൈഡിലും സാമ്പാർ മുന്നണിയാണ് മറു സൈഡിലുള്ളത്. ഈ സാമ്പാർ മുന്നണിയുടെ ആളുകൾ ആരാളുള്ളത് ഇവിടെ? ഞാൻ ആദ്യം സ്പെയിനാണ്. സ്പെയിനിന്റെ ഒരാളുണ്ട്. സ്പെയിനിന്റെ നമ്മളൊരു വലിയ നിശബ്ദമായിട്ട് നല്ല കളി കളിച്ച് മുന്നോട്ട് പോവാണ്. നമുക്ക് വലിയ കൊടി തോരണങ്ങളൊന്നും കൂട്ടിയിട്ട് വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്യൂല. പക്ഷെ ആ സെമിയിലെ കളി കളിക്കുകയാണെന്ന് വെച്ചിരുന്ന് 3-0 അർജന്റീന തോൽക്കും. 3-0 അർജന്റീന തോൽക്കും. അത് ഉറപ്പായിട്ട് തോൽക്കും. ആഗ്രഹമാണ്, അല്ല ഒന്നുമല്ല. കളി വരുന്നത് 90 മിനിറ്റാ. 90 പ്ലസ് 6-8 മിനിറ്റ് മതി ഞങ്ങൾക്ക്. അത്ര അതായത് 10 ഗോൾ അടിച്ചാലും ഞങ്ങൾ തിരിച്ചു. പുറത്തു പോയ ടീമുകളുടെ ആളുകളുണ്ട് ഇവിടെ. പുറത്തു പോയ അതായത് പറയാൻ അല്പം വിഷമുണ്ടെന്നുള്ള. ഏതായാലും ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർ എന്നുള്ളത്. ഇന്ന് രാത്രിയോട് കൂടി ആ കളി കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് താങ്ക് യു ജംഷീർ. എന്തായാലും സാമ്പാർ താളം ഇങ്ങനെ മാറി മാറി സാമ്പാർ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. ഹരി, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓക്കെ. അതിനിടയ്ക്ക് സച്ചിൻ ബേബി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ പ്രൊഡിക്ഷൻ പറയാൻ പറ്റിയില്ല. സച്ചിൻ ബേബിയുടെ പ്രൊഡിക്ഷൻ 3 അർജന്റീന 2 സ്പെയിൻ എന്നാണ്. സച്ചിൻ ഏറ്റു. അപ്പൊ അങ്ങനെ വരട്ടെ. അത് എന്താണ് റിസൾട്ട് നോക്കട്ടെ. അതിനിടയ്ക്ക് ഇല്യാസ് പിലാക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഗൾഫിലുള്ള ഒരു പ്രേക്ഷകൻ പറയുന്നു, പ്രവാസി ലോകത്ത് ഞങ്ങൾ വലിയ ആവേശത്തോടെ നിൽക്കുകയാണ്. മുതലാളി ഫുട്ബോൾ ഫാനാണ്. ഏത് ടീമാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ലീവ് ചോദിച്ചു നോക്കണം, കിട്ടിയാലോ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ലീവ് ചോദിച്ചു വാങ്ങി. ബാക്കി നമുക്ക് നോക്കാം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപ് ഈ നാട്ടിലുള്ള ഈ ഫുട്ബോൾ ആവേശം കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ടീമില്ലാതെ പോകുന്നതിൻ്റെ വിഷമം വല്ലാതെ നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണ് അതിലേക്കുള്ളൊരു? തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എപ്പോഴും വിലയിരുത്തുന്നൊരു കാര്യം, നാട്ടിൽ ഈ വിദേശ ടീമുകൾ അർജന്റീന, ബ്രസീൽ അല്ലെങ്കിൽ സ്പെയിൻ തുടങ്ങിയ എല്ലാ ടീമുകളെയും പ്രോത്സാഹിപ്പിക്കാനും അത് ആഘോഷിക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആഘോഷത്തിൽ നിന്ന് ചെറിയൊരു അംശമെങ്കിലും അവരവരുടെ നാട്ടിലുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിച്ച് ക്ലബ്ബുകളെയോ കളിക്കാരെയോ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു മികച്ച കളിക്കാരെയും മികച്ച ടീമുകളെയും ഉണ്ടാക്കിയെടുക്കാൻ ഒരു പരിശ്രമം വേണമെന്ന് വലിയ അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ ഈ റേഡിയോയിൽ കമൻട്രി കേൾക്കുന്ന കാലത്ത് നമ്മൾ അന്ന് കേട്ടിരുന്ന ഈ കമൻട്രികളിലൊന്ന് ഇങ്ങനെയായിരുന്നു. കെട്ടിച്ചാക്കോ പന്ത് ഷറഫലിക്ക് നീട്ടി നൽകുന്നു. ഷറഫലി ആ പന്തെടുത്ത് നേരെ സത്യന് നൽകുന്നു. സത്യൻ അത് ഷാജിക്ക് മറിച്ച് നൽകുന്നു. കുരികേഷ് മാത്തി കാത്തി നിൽക്കുന്നു. തോബിയാസിന് നൽകുന്നു. തോബിയാസ് അത് പാപ്പച്ചനെ ലാക്കാക്കി നൽകുന്നു. വിജയൻ അവിടെ ഓടിക്കയറുന്നുണ്ട്. വിജയന് നൽകുന്നു. ഗോൾ. ആ ഗോൾ തുടങ്ങുന്നത് യു ഷറഫലിയുടെ കാലിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കേട്ട് തഴമ്പിച്ച് നമ്മളെ ചെവിയിൽ പതിഞ്ഞു പോകാൻ. താങ്ക് യു ഷറഫലി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.